വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റന്റ് എന്ന് ക്ലെയിം ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് ആണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. കൺസീലറിന് വേണ്ടിയിട്ട് ഇൻസൈറ്റിന്റെ ഈ ഒരു HD കൺസീലർ ആണ് എടുത്തത്. ഇതാണ് വാട്ടർ റെസിസ്റ്റന്റ് വാട്ടർ പ്രൂഫ് എന്നൊക്കെ ക്ലെയിം കണ്ടത് ഈ ഒരു കൺസീലറിലാണ്. സോ ഈ കൺസീലർ ഫേസിൽ അപ്ലൈ ചെയ്ത് ഈ ബ്രഷ് കൊണ്ട് തന്നെ അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു വാട്ടർ പ്രൂഫ് ആണോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, കൺസീലർ അപ്ലൈ ചെയ്തെടുത്തു. ഇനി ഞാൻ ഇതേ ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ സ്പ്രേ ചെയ്തിട്ട് വൈപ്പ് ചെയ്ത് നോക്കാം ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആണോ എന്ന് അറിയണമല്ലോ. സോ ഞാൻ വെള്ളം സ്പ്രേ ചെയ്തു. ഇനി ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇവിടെ നിന്ന് ഡാബ് ചെയ്തു. ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആണ് കേട്ടോ. ശരിക്കും അത് ട്രാൻസ്ഫർ ആയതേ ഇല്ല, ശരിക്കും ട്രാൻസ്ഫർ ആയിട്ടില്ല. സോ ഇൻസൈറ്റിൻ്റെ ഒരു കൺസീലർ നമ്മുടെ വാട്ടർ റെസിസ്റ്റൻറ്റ് ടെസ്റ്റ് പാസ്സായിരിക്കുന്നു. സോ ഇനി ഞാൻ വാട്ടർ പ്രൂഫ് ഫൗണ്ടേഷൻസ് നോക്കി വന്ന് മേടിച്ചൊരു ഫൗണ്ടേഷനാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഹൈ പെർഫോമൻസ് ഫൗണ്ടേഷൻ. സോ ഇതിനകത്ത് ദേ ഈ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന്. ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ കയ്യിൽ എടുത്ത് ഭയങ്കര ലൈറ്റ് ഷെയ്ഡ് എന്തായാലും നോക്കാം. നമുക്ക് അറിയേണ്ടത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണോ എന്നല്ലേ, ഷെയ്ഡിനല്ലല്ലോ ഇവിടെ പ്രസക്തി. ഇതിന് നല്ല ഭയങ്കര ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന പോലുണ്ട് ആ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു ഫൗണ്ടേഷൻ ശരിക്കും മോയ്സ്ചറൈസറിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ്. കൊള്ളാം. ഡ്രൈ സ്കിന്നിനൊക്കെ നല്ലതായിരിക്കും കേട്ടോ, ഹൈഡ്രേറ്റിംഗ് ഫീൽ. പക്ഷെ അത് കവറേജ് ഒന്നും അങ്ങനെ ഇല്ല. ഓക്കെ, നമുക്ക് നമ്മുടെ ടെസ്റ്റിലേക്ക് പോകാം. നമ്മൾ കാര്യത്തിൽ നിന്ന് വഴുതി മാറിപ്പോകും. സോ ഞാൻ സ്പ്രേ ബോട്ടിലെടുത്തു. ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ചെയ്യാനൊരു 2-3 സെക്കൻഡ്സ് കൊടുക്കുക അല്ലേ. ഓക്കെ, അതൊന്ന് സെറ്റ് ആവട്ടെ. അത്രയും സമയം മതി. ഇനി നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് ട്രാൻസ്ഫർ ആവുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ സ്പ്രേ ചെയ്തു. ഇനി ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഓ അത് ട്രാൻസ്ഫറായി. ഓക്കെ, ഞാൻ എന്തായാലും ഈ സൈഡിലും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ട്രാൻസ്ഫറായി. കാണാൻ പറ്റുന്നു നിങ്ങൾക്ക്? കാണാമോ? സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഫൗണ്ടേഷൻ ടെസ്റ്റ് ഫെയിലായിരിക്കുകയാണ്. ഇത് ട്രാൻസ്ഫറായി. പക്ഷെ ഇതിനകത്ത് വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ട്രാൻസ്ഫറായി. സാരമില്ല, നമുക്ക് അടുത്ത പ്രോഡക്റ്റിലോട്ട് പോകാം. അടുത്തത് മാഴ്സിൻ്റെ ഈ ഒരു ജെൽ ഐലൈനർ, ലൈക്ക് ഐബ്രോ ജെല്ലായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെന്തായാലും വാട്ടർ പ്രൂഫാണ്, എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ഇത് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇത് സ്മഡ്ജ് ആവത്തുമില്ല, വാട്ടർ റെസിസ്റ്റൻറ്റും ആണ്. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. സോ അതുകൊണ്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐബ്രോസൊക്കെ ഇതുകൊണ്ട് സൂപ്പറായിട്ട് ഫില്ല് ചെയ്യാം. ദേ ഇനി ആ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഓക്കെ, എന്നിട്ട് നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്ത് നോക്കാം. അതൊന്ന് സെറ്റ് ആവാനായിട്ട് ഒരു 5 സെക്കൻഡ്സ് കൊടുക്കാം. ഓക്കെ, ഇനി വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ആവില്ല, അത് ട്രാൻസ്ഫർ ആവില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ട്രാൻസ്ഫർ ആകത്തില്ല. അത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, സ്മഡ്ജ് പ്രൂഫാണ്. അത് ട്രാൻസ്ഫർ ആകത്തില്ല, സ്മഡ്ജ് പ്രൂഫുമാണ്. ശരിക്കും ഇത് പോകുന്നില്ല. അയ്യോ, പോകുന്നത് കട്ടിക്ക് തുടച്ചപ്പോൾ പോയി കേട്ടോ ഇത്തിരി. പക്ഷെ ഭയങ്കര പാടാൻ പോകാൻ. സോ വാട്ടർ റെസിസ്റ്റൻ്റ് നോക്കി വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഐ ഷാഡോ പാലറ്റാണ് ഈ ഒരു 50/50 ഈ ഒരു ഐ ഷാഡോ പാലറ്റ്. ഇന്നത്തെ ആക്ച്വലി ഒരു ഷെയ്ഡ് പൊട്ടിപ്പോയി. സാരല്ല, ബാക്കി ഷെയ്ഡ്സ് ഉണ്ടല്ലോ, അത് ട്രൈ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ എന്തായാലും കയ്യിൽ ഷെയ്ഡ് നമുക്കിങ്ങനെ സ്വാച്ച് ചെയ്തിട്ട് നോക്കാം വാട്ടർ റെസിസ്റ്റൻ്റ് ആണോ അല്ലേ ഒന്ന്. ഓക്കെ, ഇത്രയും ഷെയ്ഡ്സ് എടുത്തു. ഇനിയും ഷെയ്ഡ്സ് ഉണ്ട്, നമുക്കിത് ഒന്ന് നോക്കാം. അതിന് മുന്നേ കുറച്ച് സമയം കൊടുക്കാം, ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഷെയ്ഡ് എടുത്ത് ഐലെറ്റ്സിൽ അപ്ലൈ ചെയ്യാം. പിഗ്മെൻറ്റഡ് ആണ്, കൊള്ളാം. ഇത് ഷെയ്ഡ്സ് പിഗ്മെൻറ്റഡ് ആണ്, പക്ഷെ ഭയങ്കര എന്താ പാച്ചി ആയിട്ട് വരുന്ന ഒരു ഫീൽ. ലൈക്ക് ഒട്ടും അങ്ങോട്ട് കറക്റ്റായിട്ട് ബ്ലെൻഡായിട്ട് വരുന്നില്ല. അത് ഒരു സിൽവർ കളറിലൊരു ഗ്ലിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് അതെടുത്ത് ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ട് കുഴപ്പമില്ല. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഐ ഷാഡോ പാലറ്റ്. അത് നല്ല അഫോർഡബിളും ആണ്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല അല്ലേ. ഒരു ബ്ലൂ ഷെയ്ഡ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരുപാട് കളേഴ്സ് കണ്ടപ്പോൾ എനിക്ക് ഓരോ കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ യെല്ലോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് യെല്ലോ ഷെയ്ഡും കൂടെ എടുത്ത് ഇത് ഇവിടെ ആയിട്ട് അപ്ലൈ ചെയ്തു. ഈ കളേഴ്സൊക്കെ തമ്മിൽ എന്ത് കോമ്പിനേഷനാണ് ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കുറേ കളേഴ്സ് കണ്ടപ്പോൾ
ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സോ പാലറ്റ് എല്ലാം കൊള്ളാം, പിഗ്മെൻറ്റഡ് ഒക്കെയാണ്, അഫോർഡബിൾ റേഞ്ചിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അറിയേണ്ടത് അത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണോ എന്നാണ്. അതാണല്ലോ നമ്മുടെ മെയിൻ കാര്യം. എനിക്കൊന്ന് ആ യെല്ലോ ഷെയ്ഡിൽ കുറച്ച് പ്രോഡക്റ്റ് മേളിൽ ഇരിപ്പുണ്ടായിരുന്നു, അതാണ് ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ പോയത്. പക്ഷെ നോക്ക്, ഇപ്പോൾ ഒന്നും പോകുന്നില്ല. ഇത് ശരിക്കും വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. നോക്ക്, വന്നിട്ടില്ല, ട്രാൻസ്ഫർ ആയിട്ടില്ല ശരിക്കും. ഞാൻ അത്യാവശ്യം സ്പ്രെഡ് ചെയ്തിട്ടൊന്നും അത്രയ്ക്കൊന്നും പോയില്ല. സോ ഇറ്റ്സ് ട്രാൻസ്ഫർ. ഈ ഐ ഷാഡോ പാലറ്റ് ടെസ്റ്റ് പാസ്സായി. ഇത് ഇത്ര കറക്റ്റിക്ക് തുടച്ചിട്ടും ഇത്ര അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. കൊള്ളാം. സോ വാട്ടർ പ്രൂഫ് ഐലൈനർ ചൂസ് ചെയ്തിട്ടുണ്ട്. ഫേസസ് കാനഡയുടെ അൾട്ടീം പ്രോ മാറ്റ് പ്ലേ ഐലൈനർ, കളർ ബ്ലാക്ക്. അതൊന്ന് സെറ്റ് ആവട്ടെ, കുറച്ച് സമയം കൊടുക്കാം. അപ്പോഴത്തേക്ക് ഞാനിത് ഐലൈനറായിട്ട് എഴുതി നോക്കാം. ഇത് വിങ് ഇടാൻ ബെസ്റ്റാണ്. ആ ഒരു നല്ലൊരു ഷാർപ്പ് ടിപ്പുണ്ട്. എനിക്ക് ഐലൈനർ ഇഷ്ടമായി. ശരിക്കും നന്നായിട്ട് വിങ് ഒക്കെ ഇടാൻ പറ്റുന്നുണ്ട്. പക്ഷെ രണ്ട് സൈഡിലും രണ്ട് വിങ്ങാണ് വന്നത്. പക്ഷേ കറക്റ്റായിട്ട് പറ്റുന്നുണ്ട്. നല്ല പ്രിസൈസ് ആപ്ലിക്കേഷൻ ആൻഡ് ഓൾസോ മാറ്റ് ബ്ലാക്ക്. കൊള്ളാം. ഓക്കെ, ഇനി നമ്മുടെ ടെസ്റ്റിൻ്റെ കാര്യം മറന്നുപോയി. ടെസ്റ്റ് ചെയ്ത് നോക്കാം. വെള്ളം ഒഴിക്കാണ്ട് ഇത് സ്മഡ്ജ് ആവുന്നില്ല. വെള്ളം ഒഴിച്ച് നോക്കാം. യെസ്, ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. വെള്ളം സ്പ്രേ ചെയ്തപ്പോൾ ഇത് പോയതൊന്നുമില്ല. വാട്ടർ പ്രൂഫ്, യെസ്, സ്പ്രെഡ് ആവുന്നില്ല. സോ ഈ ഐലൈനർ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഐലൈനർ എഴുതി ധൈര്യമായിട്ട് കരയാം, മുഖത്ത് വെള്ളം ഒഴിക്കാം, ഒരു പ്രശ്നമില്ല. ആൻഡ് ഈ ഒരു അഫോർഡബിൾ റേഞ്ചിൽ ഞാനൊരു വാട്ടർ റെസിസ്റ്റൻറ്റ് കാജൽ കണ്ടത് ഈ ഒരു NYBയുടെ കാജലാണ്. ആ ഒരു കാജൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഈ ഐസിൻ്റെ ഇത്രയും പോർഷനിൽ ഇവിടം വെച്ച് ഇങ്ങനെ കാജൽ അപ്ലൈ ചെയ്ത് നിർത്തുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഐസ് ഭയങ്കര ബിഗ്ഗറായിട്ട് തോന്നിക്കും. കണ്ടോ? സോ ഓക്കെ, നമുക്കിനി ഒരു വാട്ടർ ടെസ്റ്റ് നോക്കാം. കാജലിൻ്റെ സ്പ്രെഡായിട്ടൊന്നുമില്ല. സ്പ്രെഡായിട്ടില്ല. ഇറ്റ്സ് വാട്ടർ റെസിസ്റ്റൻറ്റ്. ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയപ്പോൾ ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡാവുന്ന പോലെ ഉണ്ട്. പക്ഷെ നോ, അങ്ങനെ വെള്ളം ഒഴിച്ചൊന്നും പറഞ്ഞ് സ്പ്രെഡാവുന്നൊന്നുമില്ല. ടിഷ്യൂ പേപ്പറിലൊന്നും അങ്ങനെ സ്പ്രെഡായിട്ടില്ല. സോ ഈ കാജൽ ഓൾസോ ടെസ്റ്റ് പാസ്സായി. സോ മസ്കാരയ്ക്ക് വേണ്ടി ലോറിയലിൻ്റെ ഒരു ലാഷ് പാരഡൈസ് മസ്കാരയാണ്. ഇത് ഞാൻ ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, ഇത് പോകത്തില്ല, എനിക്കറിയാം. ഇതെങ്ങും പോവില്ല. നമ്മളിത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസർ കൊണ്ട് റബ്ബ് ചെയ്ത് നിന്നാൽ മാത്രമേ ഇത് പോകൂ. സോ ഇത് ഞാൻ ടെസ്റ്റ് ചെയ്യാതെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിന് അപ്രൂവൽ കൊടുക്കുകയാണ്. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. സോ ബ്ലഷിന് വേണ്ടിയിട്ട് റിനയുടെ ഒരു PH ബ്ലഷാണ് എടുത്തത്. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. കാരണം ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ഇത് ഞാൻ എത്രയൊക്കെ ഇത് വെള്ളം കൊണ്ട് തുടച്ച് കളയാൻ നോക്കിയാലും ഇത് പോവാറില്ല. സോ ഇതൊരു PH ബ്ലഷാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു നമുക്ക് പറ്റിയ ഒരു കസ്റ്റമൈസ്ഡ് ബ്ലഷ് ഷെയ്ഡായിട്ട് മാറും. ഓക്കെ, കണ്ടോ? നല്ല പിങ്ക് ഷെയ്ഡായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യും. എത്ര ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടും ക്യാമറയിൽ വിസിബിൾ അല്ലേ? അത്യാവശ്യം നല്ല ബ്ലഷുണ്ട്. ഞാനിവിടെ ബ്ലഷ് ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വാട്ടർ റെസിസ്റ്റൻ്റ് ആണോ നോക്കാം. അത് വാട്ടർ റെസിസ്റ്റൻ്റ്, അത് പോവില്ല. തുടച്ചിട്ടുണ്ടെങ്കിലും പോവില്ല. പോകത്തില്ല. അതവിടെ കാണും. പോവില്ല ബ്ലഷ്. ഉണ്ട്, എത്ര തുടച്ചാലും പോകത്തില്ല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ മാത്രമേ കയ്യിൽ നിന്ന് പോകത്തുള്ളൂ ഈ ബ്ലഷ്. ചെറുതായിട്ടിനകത്ത് ട്രാൻസ്ഫർ, പക്ഷെ അത് പോകത്തില്ല. കണ്ടോ? ഞാൻ എൻ്റെ കൈ കൊണ്ട് തുടച്ച് വെച്ചേരാം. അത് പോകത്തില്ല. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്രൂവ്ഡ്. സോ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഫേസസ് കാനഡയുടെ ഒരു കംഫി മാറ്റ് വാവ് ലിപ്സ്റ്റിക് ആണ് എടുത്തത്. ഇതിനകത്ത് വാട്ടർ റെസിസ്റ്റൻ്റ് എന്നൊരു ആ ഒരു പെർട്ടിക്കുലർ ക്ലെയിം ഇല്ല, പക്ഷെ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. നല്ല മാറ്റ് ഫിനിഷാണ്. ഇത് ഓൾസോ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഡെഫിനറ്റ്ലി ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇവിടെ അപ്ലൈ ചെയ്ത് വെക്കാം. അതിന് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കണേ. എന്നിട്ട് നമുക്ക് വൈപ്പ് ചെയ്ത് നോക്കാം. പൊതുവെ എനിക്ക് ഒരു ഐ ഷാഡോ ഐലൊക്കെ കൊള്ളാം. നല്ല രസമുണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സ്, പിങ്ക്, യെല്ലോ,
ബ്ലൂ, നേവി ബ്ലൂ ഉണ്ട്, ആൻഡ് സിൽവർ ഗ്ലിറ്റേഴ്സ്. ഓക്കെ, സോ ഈ ലിപ്സ്റ്റിക്ക് സെറ്റായെന്ന് തോന്നുന്നു. ഇറ്റ്സ് മാറ്റായി, കംപ്ലീറ്റ് മാറ്റായി, ട്രാൻസ്ഫർ ആകത്തില്ല. കയ്യിലത് ഇനി ഡ്രൈ ആവാനുണ്ടേ. സോ ഞാൻ ലിപ്സിൽ തന്നെ കാണിച്ചു തരാമല്ലോ. നമുക്ക് ലിപ്സിൽ തന്നെ നോക്കാം, കയ്യിൽ നോക്കാം. ഇതൊരു ഫ്രഷ് എടുത്തു. സ്പ്രെഡ് ആവൂല, പറഞ്ഞില്ലേ ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ലോങ് വെയർ ആണ്. ഇതെങ്ങും പോകില്ല, എങ്ങോട്ടും പോകില്ല. സോ ഈ ലിപ്സ്റ്റിക് ഓൾസോ വാട്ടർ റെസിസ്റ്റൻറ്റ്, അപ്രൂവ്ഡ്. ഫുൾ ഫേസിൽ വാട്ടർ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നോക്കാം. എൻ്റെ ഈ സൈഡിൽ ഫുള്ള് കളറാണ്. ഇതോട് വെച്ച് നോക്കും. സോ ഇതിലെനിക്ക് വിസിബിളി അറിയാൻ പറ്റും ഇതിനകത്ത് സ്പ്രെഡ് ആയിട്ടുള്ളത്. ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇതിൽ സ്പ്രെഡ് ആയിട്ടുള്ളത് ആ ഫൗണ്ടേഷൻ മാത്രമാണ്, വേറെ ഒന്നും സ്പ്രെഡ് ആയിട്ടില്ല. ഒന്നുകൂടെ വേണമല്ലോ കാണിച്ചു തരാം. ഐസിലും കൂടെ വെച്ച് നോക്കാം. ഓക്കെ, യാ ആ ഐ ഷാഡോ പോലും ഇല്ലില്ല, അങ്ങനെ ഇല്ല. ഐ ഷാഡോയുടെ കളർ ഇല്ല. ആകെ സ്പ്രെഡായത് ആ ഫൗണ്ടേഷൻ മാത്രമാണ്. ഈ ഒരു ഫൗണ്ടേഷൻ, സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഫൗണ്ടേഷൻ മാത്രമാണ് നമ്മുടെ ടെസ്റ്റ് ഫെയിൽ ആയത്. ബാക്കി എല്ലാ പ്രോഡക്ട്സും സക്സസ്ഫുള്ളി പാസ്സായിട്ടുണ്ട്. എല്ലാം വാട്ടർ പ്രൂഫാണ്. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് ഈ പ്രോഡക്ട്സ് ഒക്കെ ഇട്ട് എക്സെപ്റ്റ് ഈ ഫൗണ്ടേഷൻ വെച്ച് ബാക്കി എല്ലാ പ്രോഡക്ട്സ് ഇട്ടിട്ടും മുഖത്ത് വെള്ളം ഒഴിക്കാം. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഓൾസോ ആ ഫൗണ്ടേഷന് ഒട്ടും കവറേജോ ഒന്നുമില്ല. അത് ജസ്റ്റ് ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ അതുപോലെ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ബേബി ക്രീം, അത്രേ ഉള്ളൂ. വേറെ ഫൗണ്ടേഷൻ എന്ന് പറയാൻ പറ്റില്ല. അത് പറയണോ? എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അതാ. അപ്പം അത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസോ എന്തെങ്കിലും റെക്കമെൻഡേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ഇട്ട് കാണാം. ബൈ.